തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ടി എൻ പ്രതാപൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട തുടങ്ങിക്കഴിഞ്ഞ പ്രചരണം അല്ലേ? തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷമായി MP എന്ന നിലയിലുള്ള പ്രവർത്തനം സജീവമായി നടക്കുകയായിരുന്നു. കഴിഞ്ഞൊരു 15 ദിവസമായിട്ട് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ സ്നേഹ സന്ദേശ യാത്ര ഏകദേശം 300 കിലോമീറ്റർ താഴെ ഞാൻ കാൽനടയായിട്ട് 37 ഡിഗ്രി ചൂട്ടത്ത് നടന്ന് ആളുകളുമായി ഭയങ്കരമായി ഇന്ററാക്ട് ചെയ്യാൻ കുറേ കൂടി അവസരം ഉണ്ടായി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര വിശ്വാസം. നമ്മൾ ജനിച്ച മണ്ണല്ലേ തൃശ്ശൂർ, നമ്മൾ ജനിച്ച് ജീവിക്കുന്ന മണ്ണാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ട് വളരെ ഇവിടുത്തെ ഓരോ കൊച്ചു ഇടവഴികളും ഇവിടെ ജീവിച്ചിരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളെ പേരെടുത്ത് വിളിക്കാവുന്ന അവരുടെ തൊട്ടു തലവിടാവുന്ന സൗഹൃദമുള്ളത് കൊണ്ട് അത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ട് എനിക്ക് ഓരോ സമയം ചേർന്നും ഭയങ്കര കോൺഫിഡൻസാണ്, ആത്മവിശ്വാസമാണ് ഇതിൽ ഉള്ളത്. ഈ പത്മജയുടെ ബിജെപിക്കുള്ള ചൂടുമാറ്റം ഒന്ന് വരുന്നുണ്ടോ? പത്മജ വേണുഗോപാലിന്റെ ബിജെപിക്കുള്ള ചൂടുമാറ്റം അതെല്ലാം തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം തീരുമാനിക്കും. തൃശ്ശൂരിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാനതിന് വ്യക്തിപരമായി ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളാണ്. തൃശ്ശൂർ ലീഡറുടെ ഒരു തട്ടകമാണ്, ലീഡർക്ക് വലിയ ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ജനങ്ങൾ കാണും, ജനങ്ങൾ തിരിച്ചറിയും. ഞാൻ ഒരു ദൈവവിശ്വാസി കൂടിയാണ്. അപ്പോൾ ദൈവത്തിനും എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവും, ജനങ്ങളെ ഭാഗത്തുനിന്ന് തിരിച്ചറിവുണ്ടാവും. അതെല്ലാം ജനങ്ങൾ ആത്യന്തികമായി തീരുമാനിക്കട്ടെ. ലീഡറിന്റെ നയങ്ങൾ നമുക്കറിയുന്നതാണ്. ലീഡറിന്റെ മകള് തന്നെ എങ്ങനെ പോകുന്നതിന് മുമ്പ് വലിയൊരു ഷോക്കല്ലേ? അത് ഇത് അവനവൻ ചെയ്യുന്നത് എന്താണെന്ന് അവനവൻ തന്നെ സ്വയം തിരിച്ചറിയും. അത് സമൂഹം അത് വിലയിരുത്തുകയും അന്തിമമായ വിധി സമൂഹം എഴുതുകയും ചെയ്യും. നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. തെരഞ്ഞെടുപ്പ് ജനങ്ങളെടുത്ത് രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പ് BJPയുടെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ്. ഞങ്ങൾ ഒരു കാരണവശാലും ഈ വർഗീയ ഫാസിസ്റ്റുകളുമായി ഒരു കോംപ്രമൈസും ചെയ്തില്ല. ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരാണ്, ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരാണ്. ആ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അത് അവരോട് തീരുമാനിക്കാൻ പറയും, ജനങ്ങൾ തീരുമാനിക്കാൻ പറയും. ശരിയേത് തെറ്റേതെന്ന് തീരുമാനിക്കാനുള്ള ഭയങ്കര വിവേകശേഷി ജനങ്ങൾക്കുണ്ടല്ലോ. പഴയ പോലെയല്ല. നമ്മൾ എത്ര മാധ്യമങ്ങളിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ മിസ്ലീഡ് ചെയ്യാനോ ശ്രമിച്ചാലോ നടക്കുന്ന കാലൊക്കെ പോയി. ഭയങ്കരമായി സ്വന്തം കൺസെപ്റ്റുള്ള ആളുകളാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് അവരത് സ്വയം തീരുമാനിക്കും. ജനങ്ങളിൽ ഭയങ്കര വിശ്വാസമുണ്ട്. പത്മജയുടെ മാറ്റം അത് രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ, അത് തിരിച്ചടിയാകില്ല എന്ന ആത്മവിശ്വാസമാണ് ടി എൻ പ്രതാപൻ പങ്കുവയ്ക്കുന്നത്.